നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുറ്റുമുള്ളവരെ നടുക്കിയിരിക്കുകയാണ്. രാജ്യത്തെ ഒന്നാകം ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു പ്രവൃത്തിയിലൂടെ. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ വളരെയധികം ഇസഡ് സുരക്ഷയുള്ളവരാണ്. പ്രധാനമന്ത്രി പോലുള്ളവർ ഒന്ന് തിരിയണമെങ്കിൽ പോലും, ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അത് അത്രയും സുരക്ഷ അവർക്ക് സജ്ജമാണ്, ഒരുക്കിയിട്ടുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തെരുവ് ഭക്ഷണമായ ജാൽമുറി കഴിക്കാനെത്തി, അതും തെരുവോരത്ത്. 4 തിരഞ്ഞെടുപ്പ് റാലികൾക്ക് ശേഷം ബംഗാളിൻ്റെ പ്രിയപ്പെട്ട തെരുവ് ഭക്ഷണമായ ജാൽമുറി ആസ്വദിച്ച് കഴിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരുവിലെ ചെറിയ കടയ്ക്ക് സമീപമാണ് അദ്ദേഹം എത്തി ഈ ജാൽമുറി കഴിച്ചത്. മാത്രമല്ല അവിടെ കുറേ സമയം അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു. അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർക്ക് പ്രധാനമന്ത്രി ജാൽമുറി വിതരണം ചെയ്തു. അവരോട് സംസാരിച്ചു. അദ്ദേഹത്തെ കാണാൻ സ്ത്രീകളടക്കം വലിയൊരു ജനക്കൂട്ടമാണ് അവിടെ തടിച്ചുകൂടിയത്. പൊരി കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ജാൽമുറി. ജനക്കൂട്ടം കടയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തെ കാണാൻ ജനങ്ങൾ എത്താറുണ്ട്. ഇതിനിടയിൽ അദ്ദേഹം കടയിലേക്ക് കയറിയപ്പോൾ അവിടെ മുഴുവൻ ജനങ്ങൾ, സ്ത്രീകളടക്കം വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടായി. പലരും ഫോണിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പകർത്തുകയും ചെയ്തു. കടയിലെ വിഭവങ്ങൾ കഴിക്കാൻ എത്തിയതിൻ്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ പ്രചാരണ പരിപാടിക്ക് എത്തിയതായിരുന്നു പ്രധാനമന്ത്രി. അതിനിടയിലാണ് തെരുവോരത്തെ കടയിൽ ജാൽമുറി കഴിക്കാൻ അദ്ദേഹം ഇറങ്ങിയത്. രാഷ്ട്രീയ ആക്രമണങ്ങളുണ്ടായി. ബംഗാളിലെത്തി പ്രധാനമന്ത്രി തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കുമെതിരെ അതിരൂക്ഷ വിമർശനം നടത്തി. ബംഗാളിൽ അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രിയുടെ ആരോപണം. ഗുണ്ടകൾക്കും സിൻഡിക്കേറ്റുകൾക്കും കീഴടങ്ങാനുള്ള അവസാന അവസരമാണിതെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് സംവരണ ആനുകൂല്യം ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ 2019 മുതൽ BJP ശ്രമിച്ചപ്പോൾ തൃണമൂൽ അതിനെ പാർലമെന്റിൽ എതിർത്തുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ബംഗാളിലെ 33% സ്ത്രീകൾ MLA-മാരും MP-മാരാകുന്നത് തടയാൻ തൃണമൂൽ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ തൃണമൂൽ വഞ്ചനയും തന്ത്രങ്ങളും പ്രയോഗിച്ച് ആ ഒരു ശ്രമത്തെ തടഞ്ഞുവെന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. നമുക്കറിയാവുന്നതുപോലെ തന്നെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ സാധിച്ചിരുന്നില്ല, തള്ളപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസിനെതിരെയും ബംഗാളിലെത്തി പ്രധാനമന്ത്രി ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ അവരെ ശിക്ഷിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ബംഗാളിലെ സ്ത്രീകളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കുക എന്നതാണ് BJPയുടെ മുൻഗണനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ രാഷ്ട്രീയമായ പരാമർശങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പശ്ചിമ ബംഗാളിലെ ഷാർഗ്രാമിലെ പലഹാരക്കടയിൽ കയറി സ്നാക്സ് വാങ്ങുന്നതും അത് കഴിക്കുന്നതുമൊക്കെ അദ്ദേഹം തന്നെ എൻ്റെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അത് വൈറലായിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടയിൽ നിന്ന് ലോക്കൽ സ്ട്രീറ്റ് ഭക്ഷണമായ ദാൽ കഴിക്കുകയായിരുന്നു അദ്ദേഹം. ഞായറാഴ്ചയിലെ പുരുലിയ, ഷാർഗ്രാം, മെഡിനിപൂർ, ബിഷ്ണുപൂർ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രചരണ പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തത്. 4 റാലികൾ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇതിനിടയിലാണ് ഒരു ചെറിയ കടയിൽ കയറി അദ്ദേഹം ജാൽമുരി കഴിച്ചത്. ഷാർഗ്രാമിലെ ചാൽമുരി ഇടവേള എന്ന ക്യാപ്ഷൻ നൽകിയാണ് പ്രധാനമന്ത്രി ഇതിൻ്റെ വീഡിയോയും ഫോട്ടോകളുമൊക്കെ പങ്കുവച്ചത്. തിരക്കേറിയ ഞായറാഴ്ച പശ്ചിമ ബംഗാളിൽ 4 റാലികൾക്കിടെ ഷാർഗ്രാമിൽ വെച്ച് രുചികരമായ ചാൽമുരി കഴിച്ചുവെന്നും പ്രധാനമന്ത്രി കുറിച്ചു. പ്രധാനമന്ത്രി ഈ വീഡിയോയിൽ, അദ്ദേഹം പങ്കുവച്ച വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കടക്കാരനോട് സ്നാക്സ് നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. സ്നാക്സിന്റെ പണം നൽകാൻ തയ്യാറായപ്പോൾ വിൽപ്പനക്കാരൻ ആദ്യം നിരസിച്ചു. പിന്നീട് മോദിയുടെ നിർബന്ധത്തെ തുടർന്ന് പണം സ്വീകരിക്കുകയായിരുന്നു. ചാൽമുരി വാങ്ങിയ ശേഷം അത് കഴിക്കുന്നതും അവിടെ കൂട്ടി നിന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതുമെല്ലാം ചിത്രങ്ങളിലും വീഡിയോയിലും വ്യക്തമാണ്. സാധാരണയായി ഉള്ളി, പൊരി, കടല, കടുകെണ്ണ, മുളകുപൊടി, മല്ലിയില, നാരങ്ങ നീര് എന്നിവയെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് ചാൽമുരി. എന്തായാലും ചാൽമുരി ഇനി ഉടൻ ട്രെൻഡാകും, അത് സംശയമില്ല. ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രെൻഡിങ്ങിലാകാൻ പോകുന്ന ഒരു ആഹാര പദാർത്ഥമായിരിക്കും ചാൽമുരി. കാരണം പ്രധാനമന്ത്രി അത് കഴിച്ചു, അദ്ദേഹം അതൊരു ട്രെൻഡാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് കരുതാം. എന്തായാലും ആ വീഡിയോ വൈറലാണ്. അതേസമയം വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. അത് തള്ളപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹം രാജ്യത്തോട് സംസാരിച്ചത്. രാജ്യത്തെ അമ്മമാരെയും സഹോദരിമാരെയും പുത്രിമാരെയും സംബന്ധിക്കുന്ന അതീവ ഗുരുതരമായ വിഷയത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സ്ത്രീകളുടെ പുരോഗതി തടസ്സപ്പെട്ടതിൻ്റെ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചു, ആത്മാർത്ഥമായി പരിശ്രമിച്ചു, പക്ഷേ നാരീശക്തി വന്ദൻ നിയമ ഭേദഗതി പാസ്സാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ഇത്
സ്ത്രീ സമൂഹത്തിന്റെ ന്യായമായ സ്വപ്നങ്ങളെ തകർക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ അമ്മമാരോടും സഹോദരിമാരോടും മാപ്പ് ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യ താൽപര്യത്തിനാണ് ഏറ്റവും വലിയ മുൻഗണന നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ക്ഷേമത്തെക്കാൾ പാർട്ടിയുടെ നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്ന ചില രാഷ്ട്രീയ വിഭാഗങ്ങളെ അദ്ദേഹം വിമർശിച്ചു. രാജ്യത്തുടനീളം പ്രകടമായ വലിയ നിരാശയെക്കുറിച്ചും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഈ ബില്ലിന്റെ പരാജയം സ്ത്രീകളുടെ ആത്മാഭിമാനത്തിൽ നേരിട്ട പ്രഹരമാണ്. വനിതാ വോട്ടർമാർ ഈ അപമാനം എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾ മറ്റെല്ലാം മറന്നേക്കാം, എന്നാൽ അഭിമാനത്തിനേറ്റ പ്രഹരം അവർ ഒരിക്കലും മറക്കില്ല. ഇന്ത്യയിലെ സ്ത്രീകൾ ദുഷ്ടലാക്കോടെയുള്ള ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് തികഞ്ഞ ബോധവതികളാണ്. ഭാവിയിൽ ഈ രാഷ്ട്രീയക്കാരെ അവർ കടുത്ത രീതിയിൽ വിചാരണ ചെയ്യും. നാരീശക്തി ബന്ധ നിയമ ഭേദഗതിയുടെ പരിവർത്തന കാഴ്ചപ്പാടിനെ കുറിച്ച് വിശദീകരിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ പകുതിയോളം വരുന്ന ജനവിഭാഗത്തിന് കാലങ്ങളായി നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നൽകുന്നതിനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത മഹത്തായ ശ്രമമായിരുന്നു ഈ നിയമനിർമ്മാണമെന്ന് വ്യക്തമാക്കി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോ വലിപ്പമോ പരിഗണിക്കാതെ എല്ലാ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ശക്തി ഒരുപോലെ വർദ്ധിപ്പിക്കുന്നതിനും വ്യവസ്ഥാപിതമായ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഈ ബിൽ ലക്ഷ്യമിട്ടിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വികസന യാത്രയിൽ സ്ത്രീകളെ തുല്യ സഹയാത്രികരാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമായിരുന്നു ഈ ഭേദഗതിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ പൗരന്മാർ രാഷ്ട്രീയത്തിലെ നെറികെട്ട രീതിയെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അതിനു പിന്നിലെ താല്പര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ഉപയോഗിക്കുന്ന രാഷ്ട്രീയത്തിലെ ഈ നെറികെട്ട രീതി രാജ്യം ഇപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. സ്വന്തം കുടുംബത്തിന് പുറത്തുനിന്ന് ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകൾ ഉയർന്നു വരുന്നത് പ്രാദേശിക നേതൃത്വത്തിന് ഭീഷണിയാകുമെന്ന് കുടുംബാധിപത്യ പാർട്ടികൾ ഭയപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. നിലവിൽ പഞ്ചായത്തുകളിൽ സേവനം അനുഷ്ഠിക്കുന്ന ആയിരക്കണക്കിന് കഴിവുറ്റ സ്ത്രീകൾ കുടുംബാധിപത്യ രാഷ്ട്രീയക്കാരുടെ ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയ്ക്കും നേരിട്ടുള്ള വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.